വാസിഷ്ഠസുധ, യോഗവാസിഷ്ഠസാരം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം, ദേവപൂജ ഉപാഖ്യാനം, പേജ് 316, 279 പദ്യം. ഏഷ ദേവഃ സ പരമഃ പൂജ്യ ഏഷ സദാ സതാം പൂജനം ധ്യാനമേവാന്തർനാന്യദസ്ത്യസ്യ പൂജനം. ബോധരൂപിയായ ആത്മാവ് തന്നെയാണ് സത്യസ്വരൂപിയായ ഈശ്വരൻ. സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. ആ ഭഗവാന് വേറെ ഒരു പൂജയും ആവശ്യമില്ല. ബോധരൂപിയായ ആത്മാവ് തന്നെയാണ് സത്യസ്വരൂപിയായ ഈശ്വരൻ. സ്മരണരൂപമായ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ പൂജ. ആ ഭഗവാന് വേറെ ഒരു പൂജയും ആവശ്യമില്ല. 280 പദ്യം. തസ്മാത് ത്രിഭുവനാധാരം നിത്യം ധ്യാനേന പൂജയേത് ചിദ്രൂപം സൂര്യലക്ഷാഭം സമസ്താഭാസഭാസനം. തസ്മാത് സ്മരണരൂപമായ ധ്യാനമാണ് പ്രധാനപ്പെട്ട ദേവപൂജയെന്നുള്ളതുകൊണ്ട് ത്രിഭുവന ആധാരം, 3 ലോകത്തിനും പരമകാരണമായി വർത്തിക്കുന്നവനും, സൂര്യലക്ഷാഭം, സൂര്യലക്ഷങ്ങളുടെ ശോഭ ആവഹിക്കുന്നവനും, സമസ്ത ആഭാസഭാസനം, എല്ലാറ്റിനെയും ഉള്ളതാക്കി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായി ചിദ്രൂപം, ആ ബോധരൂപനെ നിത്യം ധ്യാനേന പൂജയേത്, വിട്ടുപോകാതെ സ്മരണരൂപമായ ധ്യാനം കൊണ്ട് പൂജിക്കേണ്ടതാണ്. സ്മരണരൂപമായ ധ്യാനമാണ് പ്രധാനപ്പെട്ട ദേവപൂജയെന്നുള്ളതുകൊണ്ട് 3 ലോകത്തിനും പരമകാരണമായി വർത്തിക്കുന്നവനും, സൂര്യലക്ഷങ്ങളുടെ ശോഭ ആവാഹിക്കുന്നവനും, എല്ലാറ്റിനെയും ഉള്ളതാക്കി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ആ ബോധരൂപനെ വിട്ടുപോകാതെ സ്മരണരൂപമായ ധ്യാനം കൊണ്ട് പൂജിക്കേണ്ടതാണ്. നിത്യം ധ്യാനേന പൂജയേത്, ബോധരൂപനായ ദേവനെ വിട്ടുപോകാതെ സ്മരണരൂപമായ ധ്യാനം കൊണ്ട് പൂജിക്കണം. ഗീതയിൽ ഭഗവാൻ അർജുനനോട് ഈ പൂജാവിധി തന്നെയാണ് സർവേഷു കാലേഷു മാം അനുസ്മര എന്ന വാക്കുകളിലൂടെ ഉപദേശിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സദാസമയവും ബോധസ്വരൂപനായ ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം. ഇത്രേ വേണ്ടൂ. ബോധരൂപനായ ഈശ്വരനെ എങ്ങനെയാണ് ഓർമ്മിക്കുക? 3 ലോകവുമായി വിലസുന്നത് പരമകാരണമായ ആ സത്യം തന്നെയാണ്. 3 ലോകവുമായി വിലസുന്നത് പരമകാരണമായ ആ സത്യം തന്നെയാണ്. അപ്പോൾ എവിടെ എന്തു കണ്ടാലും അത് ഈശ്വരൻ തന്നെ എന്ന് ഓർമ്മിക്കണം. കാണുന്നതൊക്കെ ഈശ്വരനാണെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ എന്തെളുപ്പം. കാണുന്നതൊക്കെ ഈശ്വരനാണെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ എന്തെളുപ്പം. പക്ഷേ അദ്ദേഹത്തെ ശുദ്ധമായി ഒരിടത്തും കാണുവാനില്ലല്ലോ. അല്പം ചിന്തിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ തോന്നുന്നത്? ഒരു സൗരയൂഥത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ നാം കാണുന്നില്ലേ? അപ്പോൾ സൂര്യന്മാരുൾപ്പെടെയുള്ള അനന്തകോടി സൗരയൂഥങ്ങളെ പ്രകാശിപ്പിക്കുന്ന സത്യത്തിന് സൂര്യലക്ഷങ്ങളുടെ പ്രകാശശക്തി ഉണ്ടായേ പറ്റൂ എന്ന് തീർച്ചയല്ലേ? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ബോധമല്ലേ? ബോധം സ്വയം പ്രകാശിക്കുന്നില്ലെന്ന് കരുതുക. സൂര്യൻ ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ടം എന്തെങ്കിലും ബാക്കി കാണുമോ? എല്ലാം ഉള്ളതായി തീരുന്നത് പ്രകാശിക്കുന്ന സ്വയമുണ്ടെന്ന അനുഭവമുള്ള ബോധത്തിൻ്റെ വെളിച്ചത്തിൽ. ഈ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവനെ മറക്കാതെ ഓർമ്മിക്കാൻ ചിന്താശക്തിയുള്ള ഒരാൾക്ക് ഒരു പ്രയാസവും ഇല്ല. പരമശിവൻ തുടർന്നു. മാത്രമല്ല, ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ഞാൻ എന്ന ജീവബോധം അനന്തസത്യത്തിൻ്റെ സാരമാണ്. മറുകര കാണാനില്ലാത്ത ബോധാകാശത്തിൻ്റെ വിപുലമായ കേന്ദ്രസ്ഥാനമാണ്. അവിടെ നിന്ന് അതിന് അനന്തതയിലേക്ക് വികസിക്കാനും കഴിയും. മുകളിലത്തെ പോലെ താഴേക്കും അതിരില്ലാത്ത പരന്നുകിടക്കുന്ന ചിതാകാശത്തിൻ്റെ കേന്ദ്രമാണ് ജീവബോധം. അനന്തദിഗ്ഭാഗങ്ങൾ ആ കേന്ദ്രത്തിൻ്റെ കൈത്തണ്ടുകൾ പോലെ വിലസുന്നു. നാനാതരത്തിലുള്ള മഹാലോകങ്ങളെല്ലാം
ആ ജഗദീശ്വരൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ തന്നെ സൂക്ഷ്മമായ അതിൻ്റെ ഹൃത്കോശത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ട മണ്ഡലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. മറുകര കാണാനില്ലാത്ത പ്രകാശപരം ആകാശം. താഴെയും മുകളിലും 4 ദിക്കുകളിലും അവാന്തര ദിക്കുകളിലും ഒക്കെ ഇടയില്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സത്യം. ബ്രഹ്മാവ്, ഇന്ദ്രൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരൊക്കെ ബോധരൂപിയായ ദേവൻ്റെ ആഭൂഷണങ്ങൾ മാത്രം. ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആ ദേവൻ്റെ രോമക്കൂട്ടമാണെന്നും ചിന്തിച്ചോർമ്മിക്കണം. പലതരം കർമ്മപരിപാടികളോടെ ഇളകി മറിയുന്ന പ്രപഞ്ചതന്ത്രത്തിൻ്റെ നൂലുകളായ ഇച്ഛാശക്തി തുടങ്ങിയ ശക്തികൾ എല്ലാം ആ ദേവൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉള്ളവയാണെന്ന് ചിന്തിച്ചോർമ്മിക്കണം. ഈ ദേവനാണ് സജ്ജനങ്ങളാൽ സദാ പൂജിക്കപ്പെടേണ്ട അങ്ങേയറ്റത്തെ ദേവൻ. ബോധമാത്രൻ, സർവത്ര നിറഞ്ഞിരിക്കുന്നവൻ, അനുഭവസ്വരൂപൻ, സകലത്തിനും ആശ്രയമായ സത്യം, അന്തമില്ലാത്തവൻ, പരമകാരണം, ശുദ്ധമായ ഉണ്മ സ്വരൂപമായുള്ളവൻ, തനിക്ക് ചലനമോ വികാരമോ സംഭവിക്കാതെ വിവർത്തരൂപത്തിൽ ജഗത്തിനെ സൃഷ്ടിക്കുന്നവൻ. ഈ ജഗദീശ്വരൻ്റെ ദ്വാരപാലകനാണ് കാലം. എവിടെയും എന്തും നോക്കിക്കാണാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും മണത്തറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും സ്പർശിച്ചറിയാൻ കഴിവുള്ളവൻ, എവിടെയും എന്തും രുചിച്ചറിയാൻ കഴിവുള്ളവൻ, അതുപോലെ എവിടെയും എന്തും കേട്ടറിയാൻ കഴിവുള്ളവൻ. ഈ ദേവന് എവിടെയും എന്തും ചിന്തിച്ചറിയാനും കഴിയും. എന്നാൽ മറ്റുള്ളവർക്ക് ചിന്തിച്ചറിയാൻ മംഗളസ്വരൂപിയായ ആ സത്യം വേണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചറിഞ്ഞ ഈ ദേവനെ വിധി പോലെ അർച്ചിക്കേണ്ടതാണ്. ബോധമായി അവനവൻ്റെ സ്വരൂപമായി വർത്തിക്കുന്ന ഈ ദേവനെ പുറമേ നിന്നുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടല്ല അർച്ചിക്കേണ്ടത്. അമൃതസ്വരൂപമായ ഒരേ ഒരു ജ്ഞാനം കൊണ്ട് വേണം ദേവനെ അർച്ചിക്കുവാൻ. അത് എവിടെയും എപ്പോഴും ക്ലേശം കൂടാതെ ലഭ്യമാണ്, ശീതളമാണ്, നിത്യമാണ്. ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ ധ്യാനം, ജ്ഞാനം തന്നെയാണ് അങ്ങേയറ്റത്തെ പൂജ. എന്താണ് ജ്ഞാനം? ഉള്ളിലിരിക്കുന്ന ബോധമാത്ര സത്യത്തെ സദാ അറിഞ്ഞ് ജീവിക്കുക. കാണുമ്പോഴും കേൾക്കുമ്പോഴും തൊടുമ്പോഴും മണക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും ശുദ്ധബോധസ്വരൂപമാണെല്ലാം എന്നറിയുക. സ്മരണരൂപമായ ഈ ധ്യാനമാണ് ആത്മദേവനുള്ള പൂജാദ്രവ്യം. ഈ ധ്യാനം തന്നെയാണ് വലിയ അർച്ചന. ഇതുകൂടാതെ മറ്റൊരു പൂജ കൊണ്ടും ആത്മദേവനെ കണ്ടെത്താൻ കഴിയുന്നതല്ല. ബുദ്ധിമാനായ മഹർഷി, ഏതു മൂഢനായാലും 10-12 നിമിഷം ഇങ്ങനെ ധ്യാനിക്കുമെങ്കിൽ അവന് ഗോദാന ഫലം ലഭ്യമാകുന്നതാണ്. 100 നിമിഷം ഒരാൾ ഈ ധ്യാനം കൊണ്ട് ദേവനെ പൂജിക്കുമെങ്കിൽ അയാൾ അശ്വമേധയാഗം ചെയ്ത് കിട്ടുന്ന ഫലം നേടും. അരനാഴിക ഈ ധ്യാനം കൊണ്ട് പൂജിച്ചാൽ 1000 അശ്വമേധം ചെയ്ത ഫലം. ഈ നിരന്തര ധ്യാനോപഹാരം കൊണ്ട് സ്വയം ആത്മാവിനെ 1 നാഴിക അർപ്പിക്കുകയാണെങ്കിൽ രാജസൂയ യജ്ഞഫലം ലഭിക്കുന്നതാണ്. മധ്യാഹ്നം വരെ പൂജിക്കുമെങ്കിൽ രാജസൂയ ഭക്ഷഫലം നിശ്ചയം. 1 ദിവസം മുഴുവൻ പൂജിച്ചാൽ നിശ്ചയമായും പരമപദപ്രാപ്തി. ഈ പൂജ തന്നെയാണ് അങ്ങേയറ്റത്തെ യോഗം. ഇതുതന്നെയാണ് അങ്ങേയറ്റത്തെ ക്രിയ. ഉത്തമമായ ബാഹ്യപൂജനമാണ് ഇതുവരെ പറഞ്ഞത്. ഇനിയും ആത്മാവിൻ്റെ അന്തഃപൂജനം പറയാം, കേട്ടോളൂ. ശരീരത്തിനുള്ളിൽ വിട്ടുപോകാതെ സ്ഥിതി ചെയ്യുന്ന ബോധദേവനെ സദാ ഓർമ്മിക്കുക. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ സ്പർശിക്കുമ്പോഴും അവയെ കൈവിടുമ്പോഴും ഉണ്ണുമ്പോഴും ലോകസുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അനുഭവിക്കാതിരിക്കുമ്പോഴും സർവം ബോധമയം എന്നോർമ്മിക്കണം. എന്തിനേറെ 281 പദ്യം. പ്രവാഹപതിതാർത്ഥസ്ഥ സ്വബോധസ്നാനശുദ്ധിമാൻ നിത്യാവബോധാർഹണയാ ബോധലിംഗം പ്രപൂജയേത്. പ്രവാഹപതിതാർത്ഥസ്ഥ സ്വബോധസ്നാനശുദ്ധിമാൻ. ഓരോ നിമിഷവും ജീവിതഗതി അനുസരിച്ച് മാറി മാറി മുൻപിലെത്തുന്ന പദാർത്ഥങ്ങളിലെല്ലാം ബോധത്തെ നിറഞ്ഞു കണ്ട്
ജ്ഞാനസ്നാനത്തിൽ ശുദ്ധീഭവിച്ചു. നിത്യാവബോധാർഹണയ ഇടതടവില്ലാത്ത ഈ സ്മരണമാകുന്ന പൂജ കൊണ്ട് ബോധലിംഗം ബോധരൂപം ധരിച്ച ഈശ്വരനെ പ്രപൂജയേത് ശ്രദ്ധാപൂർവം പൂജിക്കേണ്ടതാണ്. ഓരോ നിമിഷവും ജീവിതഗതി അനുസരിച്ച് മാറി മാറി മുൻപിലെത്തുന്ന പദാർത്ഥങ്ങളിലെല്ലാം ബോധത്തെ നിറഞ്ഞുകണ്ട് ജ്ഞാനസ്നാനത്തിൽ ശുദ്ധീഭവിച്ച് ഇടതടവില്ലാത്ത ഈ സ്മരണമാകുന്ന പൂജ കൊണ്ട് ബോധരൂപം ധരിച്ച ഈശ്വരനെ ശ്രദ്ധാപൂർവം പൂജിക്കേണ്ടതാണ്. നിത്യാവബോധാർഹണയാ ഇടതടവില്ലാത്ത സ്മരണരൂപമായ പൂജ കൊണ്ട് ബോധരൂപം ധരിച്ച ദേവനെ ശ്രദ്ധയോടെ പൂജിക്കണം. ഇതെങ്ങനെ? ജീവിതം ഒരു ഒഴുക്കുപോലെയാണ്. നിമിഷം പ്രതി അനേക രൂപത്തിലുള്ള വ്യക്തികളും പദാർത്ഥങ്ങളും ഈ ഒഴുക്കിൽപ്പെട്ട് മുൻപിൽ കൂടി കടന്നു പോകും. അപ്പോഴൊക്കെ ഈ പൂജ എങ്ങനെ സാധ്യമാകും? എന്തുകൊണ്ട് സാധ്യമാകുകയില്ല? ഏത് രൂപത്തിലുള്ള വ്യക്തിയായാലും പദാർത്ഥമായാലും ഒക്കെ ബോധവിവർത്തമാണെന്ന് നാം പലതവണ ചർച്ച ചെയ്ത് ഉറപ്പിച്ചതല്ലേ? ഓരോ കാഴ്ചയും കടന്നു പോകുമ്പോൾ സർവം ബ്രഹ്മമയം എന്ന ജ്ഞാനത്തിൽ സ്നാനം ചെയ്യണം. അപ്പോൾ ചിത്തം ശുദ്ധീകരിക്കപ്പെടും. അതായത് രാഗദ്വേഷങ്ങളകന്ന് പ്രസന്നമാകും. തുടർന്ന് എന്തൊക്കെ മുൻപിൽ കൂടി കടന്നു പോയാലും എത്ര കോലാഹലമയമായി അവയൊക്കെ കൈകാര്യം ചെയ്താലും ഇടതടവില്ലാത്ത ബോധസ്മരണ ഉള്ളിൽ നിലനിൽക്കും. വെള്ളം നിറച്ച കുടം തലയിൽ വെച്ചുകൊണ്ട് ഒരു നർത്തകി നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പാട്ടുണ്ട്, കൊട്ടുണ്ട്, വാദ്യമുണ്ട്, വലിയൊരു സദസ്സ് മുൻപിലുണ്ട്. ദേഹാവയവങ്ങളൊക്കെ ഇളകി ചലിപ്പിക്കണം. എങ്കിലും അവളുടെ ശ്രദ്ധ എപ്പോഴും തലയിലിരിക്കുന്ന കുടത്തിലല്ലേ? ഇതെങ്ങനെ സാധിക്കുന്നു? കുറച്ചുകാലത്തെ അഭ്യാസം കൊണ്ട്. അതുപോലെ ജ്ഞാനസ്നാനത്തിലൂടെ കുറച്ചുകാലം സ്മരണാഭ്യാസം തുടർന്നാൽ ആർക്കും അത് ഇടതടവില്ലാത്തതാക്കി ഉറപ്പിക്കാൻ കഴിയും. ഇതിൽ കവിഞ്ഞൊരു ദേവപൂജ വേറെ ഇല്ല തന്നെ. പരമശിവൻ തുടർന്നു, മനസ്സിൻ്റെ മനനശക്തിയിൽ കുടികൊള്ളുന്നവനും പ്രാണാപാനന്മാരുടെ മധ്യത്തിൽ വിളങ്ങുന്നവനുമാണ് ദേവൻ. ഹൃദയമധ്യത്തിലും കണ്ഠമധ്യത്തിലും താലുമധ്യത്തിലും സ്ഥിതി ചെയ്യുന്നവനാണ് ദേവൻ. ഭ്രൂമധ്യപീഠത്തിൽ ആരൂഢനാണ് ദേവൻ. 36 തത്വങ്ങളുടെയും അഗ്രത്തിൽ വർത്തിച്ചുകൊണ്ട് ഉന്മനീദശയെയും കടന്നു നിൽക്കുന്ന ദേവൻ. 1000 കാലുകളും അവയവങ്ങളും കേശനഖദന്തങ്ങളും ഉള്ളവനാണ് ദേവൻ. ആ ദേവനാണ് സ്വശരീരത്തിൽ ജീവരൂപനായി നിലകൊള്ളുന്നതെന്ന് അറിഞ്ഞ് ധ്യാനിക്കണം. മനസ്സിനെ ആശ്രയിച്ചു ജീവിക്കുന്നവർക്ക് പലതരം പ്രവർത്തനങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന ദർശനാദി അനേകം വിചിത്ര ശക്തികൾ ആത്മാവിൽ നിന്ന് തന്നെ വന്നു ചേരുന്നു. ബഹുഭാര്യമാർ ഒരു കാന്തനെ സേവിക്കുന്നത് പോലെ ആ ശക്തികൾ ആത്മാവിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. അവയെല്ലാം ആത്മാവായ എനിക്കുള്ളവ തന്നെ എന്ന് ഭാവന ചെയ്യണം. ആത്മാവായ എൻ്റെ ദ്വാരപാലകനാണ് മനസ്സ്. അയാൾ 3 ലോകങ്ങളും എനിക്കായി നിവേദിക്കുന്നു. സദാ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. ആജ്ഞകൾ നിർവഹിക്കുന്നു. വിശ്വസ്തയായ എൻ്റെ പരിചാരികയാണ് ചിന്ത. ഞാൻ അവയവങ്ങളിൽ അണിയുന്ന വിചിത്രങ്ങളായ ആഭരണങ്ങളാണ് അറിവുകളെല്ലാം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ അടുക്കലേക്ക് കടന്നു വരാനുള്ള വാതിലുകളാണ്. ഒരു വേർതിരിവുമില്ലാതെ ലോകമെങ്ങും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ആത്മാവ് ഞാൻ തന്നെ. പൂർണ്ണനായി ഞാൻ എവിടെയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. സർവത്ര സമൻ, സമരസാചാരൻ, സമപ്രകാശൻ, സമരൂപൻ. ഈ നിലയിലെല്ലാം ആ ദേവനെ ഭാവന ചെയ്ത് അർച്ചിച്ചാൽ സൗമ്യതയും പരിശുദ്ധിയും വന്നു ചേരുന്നു. സർവത്ര തുല്യഭാവന പുലർത്തുന്ന ബുദ്ധിയോടുകൂടി ചിന്മാത്രരൂപിയായ പരമേശ്വരനെ അപ്പോഴപ്പോൾ ബന്ധപ്പെടാൻ ഇടവരുന്ന എല്ലാ പദാർത്ഥങ്ങൾ കൊണ്ടും അർച്ചിക്കേണ്ടതാണ്. ദേവപൂജയ്ക്കായി അപൂർവ വസ്തുക്കൾ സമ്പാദിക്കാൻ ഒരിക്കലും അല്പം പോലും യത്നിക്കരുത്. തൻ്റെ സകല കാമങ്ങളും ബോധരൂപിയായ ആ ശിവനിൽ മനസാ അർപ്പിച്ച് പൂജിക്കേണ്ടതാണ്. ഭക്ഷണ ഭോജനങ്ങൾക്കായുള്ള അന്നപാനങ്ങൾ, മറ്റു പലതരം വിഭവങ്ങൾ, ശയനം, ആസനം, വാഹനം എന്നിങ്ങനെ എന്തൊക്കെ വന്നു ചേരുന്നുവോ അവ കൊണ്ടൊക്കെ അർച്ചിക്കണം. പുത്രകളത്രാദി ബന്ധുക്കൾ, അന്നപാനാദി സംഭോഗ സംഭാരങ്ങൾ, സുഖോപകരണങ്ങൾ, എല്ലാ തരത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ഇവ കൊണ്ടൊക്കെ ബോധരൂപനായ ഭഗവാനെ പൂജിക്കണം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.